ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ കോൺഗ്രസോ ലീഗോ മറ്റു കക്ഷികളോ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. UDF നേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത്? മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒടുവിൽ ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെ വിമർശിച്ചതിന് ശേഷം മാത്രമാണ് ഒന്ന് പ്രതികരിച്ച് കളയാം എന്ന് തോന്നിയത് വി ഡി സതീശന്. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല UDF നേതാക്കൾക്ക് എതിരെ, UDF-ലെ വിവിധ ഘടകകക്ഷി നേതാക്കൾക്ക് എതിരെയും പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അവരൊന്നും ഇതുവരെ ഒന്നും മിണ്ടിയില്ല. മുഖ്യമന്ത്രിയെങ്കിലും പറഞ്ഞല്ലോ എന്ന് ആശ്വസിക്കാം. എന്താണ് വി ഡി സതീശന്റെ പ്രതികരണം? RSS ശതാബ്ദിയുടെ ഭാഗമായി സർസംഘ് ചാലക് മോഹൻ ഭഗവത് സംസാരിച്ച പ്രഭാഷണ സഭയിൽ 3 വൈസ് ചാൻസലർമാർ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർമാർക്ക് ഉണ്ടായത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും വൈസ് ചാൻസലർമാരുടെ അന്തസ്സിനും നിരക്കാത്തതാണിത്. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിൻ്റെ പരിപാടിയിൽ ഇവർ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അംഗീകരിക്കില്ല, അത് വെച്ച് പൊറുപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണം. ഇതാണ് വി ഡി സതീശന്റെ പ്രതികരണം. ഒടുവിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഇറക്കിയതിന് അദ്ദേഹത്തിന് ഒരു നല്ല നമസ്കാരം. MG സർവകലാശാല സെനറ്റിലേക്ക് 30 പേരാണ് ആകെയുള്ളത്. അതിൽ 19 പേരെ BJP നേതാക്കളെ, അതിൽ BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗം വരെയുണ്ട്, നിയമിച്ചപ്പോഴും ഒരക്ഷരം മിണ്ടിയിരുന്നില്ല വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിലും ഞങ്ങളില്ല എന്ന്. ഗവർണറുമായി വ്യക്തിപരമായ ഏറ്റുമുട്ടൽ നടത്താനല്ല പറയുന്നത്. ഗവർണറുടെ രാഷ്ട്രീയം സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്, RSS-ന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തോടാണ് പ്രതികരിക്കേണ്ടത്, ആ രാഷ്ട്രീയത്തെയാണ് ചോദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. അതിനുശേഷമാണ് ഇങ്ങനെയൊരു പ്രതികരണം നൽകാൻ തോന്നിയത് മുഖ്യമന്ത്രി വി ഡി സതീശന്. എന്തായാലും പ്രതികരിച്ചല്ലോ, അത്രയും നന്ദി. പക്ഷേ കാര്യങ്ങൾ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്, അത് വിട്ടുപോകരുത്. കേൾക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇപ്പം നമ്മുടെ കേരളത്തിൽ RSS-ന്റെ പ്രമുഖ നേതാവ് മോഹൻ ഭാഗവത് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം പങ്കെടുത്ത RSS പരിപാടി, ആ പരിപാടിയിൽ കേരളത്തിലെ 3 വൈസ് ചാൻസലർമാർ പോവുകയുണ്ടായി, അതിൽ പങ്കെടുക്കുകയുണ്ടായി. ഇത് അത്യന്തം ഗൗരവത്തോടെ മതേതര കേരളം കാണുന്നൊരു കാര്യമാണ്. സർവകലാശാലകളിൽ സംഘപരിവാർ അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കാജനകമായ ചർച്ചകളാണ് നടക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് കേരള, MG, മലയാളം സർവകലാശാല VC-മാർ RSS പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ പിടിമുറുക്കാൻ RSS ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണിത്. ഇതിനെതിരായി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ UDF-ലെ കക്ഷികളോ കോൺഗ്രസോ ലീഗോ മറ്റു കക്ഷികളോ ആരും പ്രതികരിച്ചതായി കാണുന്നില്ല. UDF നേതൃത്വവും സംസ്ഥാന ഭരണ നേതൃത്വവും BJP-യെയും സംഘപരിവാറിനെയും എന്തുകൊണ്ടാണ് എതിർക്കാൻ ശങ്കിച്ചു നിൽക്കുന്നത്? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരു മാസം തികഞ്ഞില്ല,
തുടക്കത്തിൽ തന്നെ സംഘപരിവാറിന് കീഴടങ്ങുന്ന സമീപനമാണോ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ മതേതര വിശ്വാസികളിൽ കടുത്ത ആശങ്ക ഉയർത്തുന്ന കാര്യമാണ്. സംഘപരിവാറിനെതിരെ, BJPക്കെതിരെ, RSSന് എതിരെ കൃത്യം രാഷ്ട്രീയ നിലപാട് പറയാതെ മുന്നോട്ട് പോകാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. BJPയെ എതിർക്കുന്ന, സംഘപരിവാറിനെ എതിർക്കുന്ന നേതാക്കൾ സ്വാഭാവികമായും കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയാകട്ടെ BJPയുമായി ഒരു ഏറ്റുമുട്ടലിനില്ല, ഗവർണറുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിമാരും ഒരക്ഷരം ഗവർണർക്കെതിരെ പറയാത്തത്. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ ഘടകകക്ഷി നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒരക്ഷരം ഗവർണർക്കെതിരെ പറയാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗവർണറുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് കോൺഗ്രസിന്റെ UDFന്റെ നയം. എന്തിനോടാണ് സന്ധി ചെയ്യുന്നത്? ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്ന വ്യക്തിയോടല്ല. അദ്ദേഹത്തോട് വ്യക്തിപരമായ അടുപ്പവും സ്നേഹവും ഒക്കെ തുടരുന്നതിൽ യാതൊരു തെറ്റുമില്ല, അത് തുടരുക തന്നെ വേണം. പക്ഷേ രാജേന്ദ്ര ആർലേക്കർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം സംഘപരിവാറിന്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തോട് ഏറ്റുമുട്ടണം, ആ രാഷ്ട്രീയത്തെ തുറന്നെതിർക്കണം. ആ രാഷ്ട്രീയം നടപ്പാക്കാൻ ഗവർണർ ശ്രമിച്ചാൽ അതിനെ ശക്തിയുക്തം എതിർക്കണം. അല്ലാതെ എന്തിനാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവ് എന്നൊക്കെ പറഞ്ഞ് VD സതീശൻ ഇരിക്കുന്നത്? എന്തിനാണ് UDFന്റെ നേതാക്കൾ ഞങ്ങളിതാ സംഘപരിവാറിനെതിരെ നിരന്തര നിലപാടെടുക്കുന്നവരാണ്, ഇന്ത്യയിൽ സംഘപരിവാറിന് എതിരെ പോരാടുന്ന ഒരേയൊരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത്? എന്നാൽ ദേശീയ തലത്തിലും കേരളത്തിൽ എത്തുമ്പോഴും BJP രാഷ്ട്രീയത്തോട്, സംഘപരിവാർ രാഷ്ട്രീയത്തോട് ഏറ്റുമുട്ടുന്നതിൽ വെള്ളം ചേർക്കുന്ന സമീപനം സ്വീകരിക്കുന്നു കോൺഗ്രസ് എന്നതാണ് കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം. അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിനോട് ഏറ്റുമുട്ടില്ല, ഗവർണറോട് ഏറ്റുമുട്ടില്ല എന്ന വാക്കിലൂടെ. അതുതന്നെയാണ് കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ട്, പരസ്പര ധാരണയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ കാരണം അതിന് കൃത്യമായ മറുപടി പറയാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതാക്കൾക്കും UDF നേതാക്കൾക്കും.